സർവശക്തനും പരമദയാലുമായ അല്ലാഹു നമ്മിൽ നിന്നും വിട ചോദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ദയനീയമാണ്. അവർ പറഞ്ഞു പറഞ്ഞാൽ തല വേർപ്പെട്ടതുകൊണ്ട് മൃതശരീരം ആരതാണെന്ന് അറിയില്ല. പക്ഷേ കാലിലുള്ള മൈലാഞ്ചിയും കയ്യിലുള്ള മൈലാഞ്ചിയും കണ്ടിട്ടാണ് ബോഡിയെ തിരിച്ചറിഞ്ഞതെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ രാവിലെ 2:45 വിവരം അറിയുന്നത് ഈ ചൂരൽമല ഇങ്ങനൊരു വിഷയം ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 3 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ 8ഓളം IRW വളണ്ടിയർമാർ വയനാട് ജില്ലയിലുള്ള ഞങ്ങൾ പുറപ്പെട്ടുന്ന കൽപ്പറ്റ മുതൽ ഇങ്ങോട്ട് എത്തുന്നവരേക്കൊക്കെ വലിയ പ്രതിബന്ധങ്ങളായിരുന്നു റോഡ് സൈഡിലുണ്ടായിരുന്നത്. അതിനെ തരണം ചെയ്ത് ഏകദേശം 5:15 കൂടിയിട്ട് ഞങ്ങൾ ദുരന്തഭൂമിയിലെത്തി നോക്കുമ്പോൾ ആകെക്കൂടി നമുക്ക് അന്ന് വളണ്ടിയേഴ്സൊന്നും എത്തിയിട്ടില്ല, ആരും എത്തിയിട്ടില്ല. ചൂരൽമല എന്ന ഈ പ്രദേശത്ത് വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. ആദ്യത്തെ ബോഡി കിട്ടിത്തുടങ്ങിയ മുതൽ ഞങ്ങൾ ഇവിടെ മോർച്ചറിയിലുണ്ട്. അവിടെ വരുന്ന ബോഡികൾ ബന്ധുക്കൾ വരുമ്പം അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ബോഡി ലേഡീസിൻ്റെ വരുമ്പോൾ ഞങ്ങൾ അഴിച്ച് അവർ പറയുന്ന അടയാളങ്ങൾ ശരിയാണോ എന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കലും പിന്നെ കൺഫേം ചെയ്ത ബോഡി സംസ്കരിച്ച് അവരെ തിരിച്ചേൽപ്പിക്കലാണ് ഞങ്ങൾ ചെയ്യുന്നത്. മുഴുവനായിട്ടുള്ളതല്ലാതെ പകുതി വരുന്നതും തലയില്ലാത്തതും ഒരുപാട് പാർട്സുകൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ അഴിച്ചിട്ട് ആ ഒരു രംഗങ്ങൾ അവരെ ബന്ധുക്കൾ വന്നിട്ട് അത് നോക്കുന്നതും, ഇന്നിപ്പോൾ ഒരു മോളെ വന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് 3 ദിവസമായിട്ട് മോർച്ചറിയിലുള്ളതാണ്. അപ്പോൾ വന്നിട്ട് ആ അച്ഛൻ്റെ കരച്ചിൽ കാണാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയായിരുന്നു. 50 മീറ്റർ ദൂരത്ത് നിന്ന് ഒരാളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വളരെ പ്രയാസമുണ്ടായിരുന്നു. രാവിലെ ഈ 7 മണി മുതൽ 2 മണി വരെ അദ്ദേഹത്തെ ജീവനോടെ എടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരായ സേവന പ്രവർത്തകരും IRW വളണ്ടിയേഴ്സുമാണ് അതിന് മുന്നിട്ടിറങ്ങിയത്. വളരെ പ്രയാസപ്പെട്ടിട്ട് കുത്തൊഴുക്കുള്ള വെള്ളത്തിലൂടെ അപ്പുറക്കെത്താൻ പാലങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ലൈഡിങ് ലാഡർ കൊടുന്ന് അത് നീക്കി വെച്ച് 50 മീറ്ററോളം അകത്തെത്തി അവിടുന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കായിരുന്നു. ആളിറങ്ങിയാൽ രണ്ടാൾ താഴത്തിൽ ചെളി നിറഞ്ഞ് കിടക്കുന്നുണ്ട്. നേർക്ക് നേരെ നമുക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടുത്തെ ഈ ലാഡർ സ്ലൈഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ഒരു ഫയർഫോഴ്സ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ജാക്കറ്റ് ഊരി അദ്ദേഹത്തിന് കൊടുത്തു. അതിന് തന്നെ നൂൽബന്ധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു പോലീസ് ഓഫീസറുടെ പാൻറ് ഊരി അദ്ദേഹത്തെ ഉടുപ്പിച്ച് ഒരു ഫയർഫോഴ്സ് ഓഫീസർ മലർന്ന് ഈ വെള്ളവും ചെളി കിടന്ന് അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇയാളെ കയറ്റി വെച്ച് കയറ് വെച്ച് വലിച്ചിട്ടാണ് അദ്ദേഹത്തെ ഒരു 20 മീറ്ററോളം അടുപ്പിച്ചത്. അതിനുശേഷം സ്ട്രെച്ചർ കൊടുന്ന് അദ്ദേഹത്തെ നാട്ടുകാരും ഫയർ ഓഫീസർമാരും രക്ഷാപ്രവർത്തകരും എല്ലാം കൂടി ഈ കുത്തൊഴുക്കുള്ള വെള്ളത്തിന് മീതെ ലാഡറിട്ട് വളരെ സാഹസികമായിട്ടാണ് അദ്ദേഹത്തെ ജീവനോടെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. 2 ബോഡി അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്തിലാണ് കിടക്കുന്നത്. ചെങ്കുത്തായ മലയും ഈ കോടമഞ്ഞും കാരണം ആ ബോഡി 2 നമുക്ക് എടുത്ത് വീണ്ടും 2 ബോഡി അവിടെ കണ്ടപ്പോൾ ആ ദിവസം നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഇവിടെ അവരെ കണ്ട ബോഡികളൊക്കെ ചിലതൊക്കെ ബോഡി പാർട്സായിരുന്നു. അതുകൊണ്ട് ജീവനോടെ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. മാത്രമല്ല അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ. കാരണം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ അടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ കീടി അതിൽ ബോഡി കെട്ടി ഒരു വലിയ വടി വെച്ച് അതിൽ നമ്മളത് കയറുണ്ടായിരുന്നു. അത് കെട്ടിയിട്ടാണ് നമ്മൾ ഈ 2 ബോഡി 3 കിലോമീറ്ററോളം നടത്തി അങ്ങോട്ട് ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ പാർട്സ് തലയില്ലാതെ കൊണ്ടുപോയി തിരിച്ചു വന്ന തല കിട്ടിയോ എന്നുള്ളത് അന്വേഷണവും അതൊക്കെ മനസ്സിനെ വല്ലാതെ ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ 4-5 ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. പിന്നെ ഞങ്ങളൊരു ദൈവാരാധന എന്ന രീതിയിൽ മാത്രമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മോളത് കിട്ടിയെന്ന് പറഞ്ഞാൽ 8-9 വയസ്സായിക്കേളും. ആ മോള് ഞാൻ പറഞ്ഞല്ലോ ജാതി മത ഭേദമന്യേ ഞങ്ങൾ ചെയ്യുന്നത്. അത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു മോളായിരുന്നു. അത് എന്താണ് ഏത് രൂപത്തിലാണ് വേണ്ട ആ രൂപത്തിൽ പെർഫെക്ഷനോടുകൂടി നമ്മളത് കൊടുത്തപ്പം അവർ അത്രമാത്രം സന്തോഷമായിട്ടാണ് ഞങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിപ്പോയത്. അതൊക്കെ ഞങ്ങളുടെ മനസ്സിന് കുളിർമ
കുളിർമയേകുന്ന സന്ദർഭങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യരുതെന്ന് ആഗ്രഹിച്ച കാര്യം ഞങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ ഞങ്ങൾ അത്രമാത്രം ആത്മധൈര്യത്തോടു കൂടിയാണ് ഞങ്ങളത് ചെയ്യുന്നത്.